മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 7-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേൾക്കുകയും വിചിന്തനം ചെയ്തിട്ടുള്ള ഒരു ഉപമയാണല്ലോ ഇത്. യേശുവിൻ്റെ ആഗമനോദ്ദേശം സഫലമാക്കിയത് ഇളയപുത്രനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈശോ പറഞ്ഞു വെക്കുന്നില്ലേ, നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കുവാനാണ് ഞാൻ വന്നത് എന്ന്. ആ പാപിയായ ഒരുവൻ ദൈവത്തിങ്കിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ അപ്പൻ അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇളയപുത്രനും മൂത്തപുത്രനും തമ്മിലുള്ള 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇളയപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ അവൻ പശ്ചാത്തപിച്ചു. മൂത്തപുത്രൻ താൻ നീതിമാനാണ് എന്ന് സ്വയം നടിച്ച് ജീവിച്ചു. അതുകൊണ്ട് അവനൊരു അനുതാപത്തിലേക്ക് വരാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇളയപുത്രൻ അനുതപിച്ചു. എന്തു പറഞ്ഞുകൊണ്ട്? അങ്ങയുടെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് വിളിക്കാൻ പോലും ഞാനിനി യോഗ്യനല്ല എന്ന് പറഞ്ഞ് തൻ്റെ കുറവ്, തൻ്റെ തെറ്റ്, തൻ്റെ വീഴ്ച അവൻ ഏറ്റുപറഞ്ഞു. എന്നാൽ മൂത്തപുത്രൻ നീരസത്തോടുകൂടിയാണ് പെരുമാറുന്നത്. തൻ്റെ സഹോദരൻ തിരിച്ചു വരുമ്പോൾ നീരസത്തോടെയുള്ള അവൻ്റെ പ്രവർത്തികൾ, അവൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒരിക്കലും നിന്റെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചിട്ടില്ലാത്തതിനാൽ എനിക്കനുതാപം ആവശ്യമില്ല എന്ന് അവൻ സ്വയം വിശ്വസിച്ചു. പുറമെ നിന്ന് നോക്കുമ്പോൾ മൂത്തപുത്രന് അവൻ വളരെ മാന്യനാണ്, കൽപ്പനകൾ ധിക്കരിക്കാത്തവനാണ്, കളവ് ചെയ്തിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, മോശമായിട്ടുള്ള ഒന്നും അവൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മറിച്ച് അവൻ കഠിന അധ്വാനിയാണ്. മാതൃകപരമായിട്ട് ജീവിക്കാനായിട്ട് ബാഹ്യമായിട്ട് അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ്റെ ആന്തരികമായ മനോഭാവങ്ങൾ ഒട്ടും ഈശോയുടെ സ്വഭാവവുമായി ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇണങ്ങിയതല്ല എന്നാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ആ മൂത്തപുത്രൻ, സുഹൃത്തെ, അത് ഞാനും നീയുമാകാം. നമ്മുടെയൊക്കെ ബാഹ്യമായിട്ട് നമ്മൾ കഠിനാധ്വാനിയാണ്, നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. എന്നാൽ നമ്മുടെ ആന്തരികമായിട്ട് അവസ്ഥ, നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥ എത്രയോ ദയനീയമാണ്. ഒരു പശ്ചാത്താപ മനോഭാവമില്ലാത്ത, ഒരുപക്ഷെ പുറമേ പ്രകടിപ്പിക്കാത്ത, ഉള്ളിലൊക്കെയുള്ള നമ്മുടെ വിരോധങ്ങളും വിദ്വേഷങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന, അനുതാപം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളും ഞാനെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് ഇണങ്ങിയവരല്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാഹ്യമായ അനുഷ്ഠാനം മാത്രം ചെയ്യുന്നവ. ഫരീസയരെ സംബന്ധിച്ച് അവർ ശ്രദ്ധ പുലർത്തുന്നത് നാണയം നഷ്ടപ്പെട്ടു പോകുന്നതിലും നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളുടെയൊക്കെ കാര്യത്തിലാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് അവർക്കൊരു ആകുലതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യ മക്കളെ, സ്വർഗത്തിൻ്റെ വ്യഗ്രത എന്ന് പറയുന്നത്, സ്വർഗത്തിൻ്റെ ആകുലത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ചാണെന്ന സ്വർഗത്തിൻ്റെ മനസ്സ് ഈശോ ഇവിടെ തുറന്നു കാണിക്കുകയാണ്. ഫരീസയർ വസ്തു കേന്ദ്രീകൃതമായിട്ട് ജീവിച്ചു. യേശുവാകട്ടെ മനുഷ്യരെ കേന്ദ്രീകൃതമായിട്ടുള്ള നിയമങ്ങൾ അവർക്ക് നൽകുന്നു. മൂത്തപുത്രൻ്റെ ബാഹ്യ ചേഷ്ടകൾ,
പിതാവിൻ്റെ ദൃഷ്ടിയിൽ പെടുന്നില്ല. അവൻ്റെ അപ്പൻ്റെ ദൃഷ്ടിയിൽ മൂത്ത മകൻ്റെ ബാഹ്യമായിട്ടുള്ള ചേഷ്ടകൾ, പ്രവർത്തികൾ അപ്പൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പല ബാഹ്യ അനുഷ്ഠാനങ്ങൾ, ഹൃദയം ദൈവത്തിൽ നകന്നിട്ടുള്ള നമ്മുടെയൊക്കെ ആരാധനകൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മളിൽ പതിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ട്. മൂത്തപുത്രൻ ബാഹ്യമായിട്ടൊക്കെ ചെയ്തു കൂട്ടി, പക്ഷെ അവൻ്റെ അപ്പൻ്റെ ശ്രദ്ധ ലഭിച്ചില്ല. മറിച്ച് ഇളയ മകൻ പശ്ചാത്തപിച്ചപ്പോൾ അപ്പൻ്റെ ശ്രദ്ധ അവിടേക്ക് കടന്നു വന്നു. ആ അപ്പൻ അവന് വേണ്ടി വിരുന്നൊരുക്കുകയാണ്. തീർച്ചയായിട്ടും യഹൂദനെ സംബന്ധിച്ച് വീട് വിട്ട് അന്യ ദേശത്തേക്ക് പോകുന്നത് അവിടെ നിയമപ്രകാരമുള്ള വലിയ തെറ്റാണ്, വലിയ പാപമാണത്. ഈശോ അവൻ്റെ ആ തെറ്റിനേക്കാൾ അവൻ തിരിച്ചു വരുന്നതിനെ ഈശോ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രന് വേണ്ടി സ്വന്തം വീട്ടിൽ കൊഴുത്ത കാളക്കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരപ്പൻ. അപ്പനല്ലേ സ്വർഗത്തിലെ അപ്പൻ? നമ്മുടെയൊക്കെ തിരിച്ചുവരവിന് വേണ്ടി പലതുമൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾ കരുതുന്നിടത്ത് നിന്ന് നമ്മളെയൊക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വലിയ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർഗത്തിലെ അപ്പൻ. ഒരുപക്ഷെ ഈ ധൂർത്തപുത്രൻ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷമായിരിക്കാം അവൻ്റെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ അവന് വേണ്ടി അവൻ്റെ തിരിച്ചു വന്ന സന്തോഷം ആഘോഷിക്കാനുള്ള ആ കാളക്കുട്ടി പോലും കുടുംബത്തിൽ അവൻ്റെ വീട്ടിൽ ജനിച്ചത്. ആ കാളക്കുട്ടിയെ തവിട് കൊടുത്ത് വളർത്തിയ ഒരപ്പനുണ്ട്. നമ്മുടെയൊക്കെ സ്വർഗത്തിൽ നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.